കൊച്ചി പച്ചാളത്ത് വീടിന്റെ മുകളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി അൽജൂഡ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. പച്ചാളം സ്വദേശി സിനോഷിന്റെ വീടിന്റെ മുകളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സിനോഷ് ഫ്രൈയിങ് പാൻ ഉപയോഗിച്ച് തലക്കടിച്ചു കൊന്നു എന്നതാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. ഇന്നലെ 3-4 ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച് അതിനിടയിൽ ജൂഡ് എന്ന് പറയുന്ന ആളെയാണ് ഫ്രൈയിങ് പാൻ കൊണ്ട് അടിച്ച് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രതികളെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പ്രതികളെ പിടിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും കാര്യങ്ങളും ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകും. കൊല ചെയ്തെന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വീടാണിത്. അദ്ദേഹം മുകളിലാണ് താമസിക്കുന്നത്, താഴത്ത് അദ്ദേഹം റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ എല്ലാവരും കൂടി ഇത് മദ്യപിച്ച് അതിനിടയ്ക്ക് ആണ് ഇത് ഫ്രൈയിങ് പാൻ കൊണ്ട് അടിച്ച് മൃഗീയമായി കൊല ചെയ്തത്. ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് മദ്യപിച്ചു പോകുന്ന ഒരാളായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ പരിസരവാസികളുടെ പരാതികളെല്ലാം നിലവിലുണ്ടായിരുന്നു. അവിടെ സ്ഥിരമായിട്ട് വന്ന് മദ്യപിക്കുകയും അങ്ങനെ ബഹളം ഉണ്ടായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ ആൾക്കാർ 4-5 ആൾക്കാർ ഉണ്ടായിട്ടാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു ഫ്രൈയിങ് പാനും കാര്യങ്ങളും ഇപ്പോൾ ഇതിപ്പുണ്ട്, അത് വെച്ച് അടിച്ച് കൊലപ്പെടുത്തിയായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. സ്ഥിരം പ്രശ്നങ്ങൾ പുള്ളി മദ്യപിച്ച് നടക്കുന്ന വിവരങ്ങളായി ബിനിൽ. ഈ സിനോഷ് സമ്മതിച്ചു അല്ലേ? ഇയാളല്ലേ പോലീസുകാർക്കൊപ്പം നടക്കുന്ന ആളാണല്ലോ അല്ലേ സിനോഷ്? ദിവിഷ്, ഈ സെനോഷ് ഈ ആക്രമിച്ച കാര്യം സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടെ മദ്യപിച്ചിരുന്ന മറ്റ് 3 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരാദ്യം ഈ ആൽജൂഡിനെ സെനോഷ് മർദ്ദിക്കുന്നത് അവർ കാണുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയുണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ദിവിഷ്, ഇപ്പൊ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലീസിനൊപ്പം പോകുന്നയാൾ തന്നെയാണ് ഈ കേസിൽ പിടിയിലായിരിക്കുന്ന സനോഷ്. ഇത് പോലീസ് ഇപ്പോൾ പറയുന്നത് TJ വിനോദ് MLA യും അവിടുത്തെ കൗൺസിലറും പറഞ്ഞതുപോലെ സ്ഥിരമായി ഇവരൊരു കൂടി മദ്യപിക്കുന്ന ആളുകളാണ്. സനോഷിന്റെ വീടിന്റെ താഴത്തെ നില വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അതിന്റെ മുകളിലത്തെ നിലയിൽ ഒരു ചെറിയ ഷെഡ് കെട്ടിയിട്ടുണ്ട്. അവിടെയാണ് ഇവരുടെ സ്ഥിരം മദ്യപാന കേന്ദ്രം എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും ഇവർ മദ്യപിക്കാൻ വേണ്ടി ഒത്തുകൂടും. അങ്ങനെ മദ്യപിക്കുന്നതിനിടയിൽ ആൽജൂഡും ഈ സനോഷും തമ്മിൽ തർക്കമുണ്ടാകുകയും ആ തർക്കത്തിന്റെ പേരിൽ ഫ്രൈയിങ് പാൻ എടുത്ത് ആൽജൂഡിന്റെ തലയ്ക്കടിക്കുകയാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഇവർക്കൊപ്പം മദ്യപിച്ചിരുന്ന മറ്റ് 3 പേരെ കൂടി കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഫോറൻസിക് ടീം അടക്കം സംഭവ സ്ഥലത്തെത്തി പരമാവധി തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രതിയെ ഹാജരാക്കുമെന്നും എറണാകുളം സിറ്റി പോലീസ് അറിയിച്ചിട്ടുണ്ട്.